ഞാനും കണ്ണനും കൂടി ഇന്ന് പോകുന്നത് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഏട്ടന് ഇന്ന് വർക്ക് വരുന്നത് വണ്ടൂരാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടതും കണ്ണനെ നിലത്ത് നിർത്തിയിട്ടില്ല കേട്ടോ. ഞാനും ചേച്ചിയും ദേവുട്ടിയും കണ്ണനും കൂടി കേട്ടോ ഏട്ടനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മമ്പാട്ടുകാരൻ തന്നെയായിട്ടുള്ള സജിൽ മമ്പാടിൻ്റെ സിനിമയായ ഡർബി എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. ഇതിനു മുമ്പ് കടകൻ എന്ന് പറയുന്ന ഇതും ആളുടെ സിനിമയെന്നും അതിനും ഏട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഷൂട്ട് അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല ലൊക്കേഷനിലും ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വരുന്നത് വണ്ടൂർ കരുനാലായപ്പടിയുള്ള ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ പൂട്ടിപ്പോയ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അത്. പണ്ടൊക്കെ ആളുകളെ പാമ്പൊക്കെ കടിച്ചാൽ കൊണ്ടുവരിക ഈ ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അന്ന് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകണമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുപ്പികളിൽ കുറേ പാമ്പിനൊക്കെ ഇങ്ങനെ കുപ്പിയിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പേടിയായി. ഈ പാമ്പ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഗർഭസ്ഥ ശിശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കുപ്പിയിൽ. അത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടത്, അതുകൊണ്ട് ഭാഗ്യം കേട്ടോ. ലൊക്കേഷനിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജോസ് ഏട്ടനാണ് കേട്ടോ, ജോസ് പുതുകാട്, ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആളുടെ കൂടെയാണ് ഏട്ടൻ ഇപ്പോൾ റൂമൊക്കെ ഷെയർ ചെയ്യണത് കേട്ടോ. പിന്നെ ഏട്ടനെയും കൂട്ടി ഞങ്ങൾ സ്മൂത്തി പോയിട്ടുണ്ടായിരുന്നു. സ്മൂത്തിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ കഴിക്കുന്നത് ബർഗറാണ് കേട്ടോ. ഇവിടുത്തെ ബർഗർ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏട്ടനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.